ഈ വീഡിയോയിൽ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റേഴ്സിൻ്റെ ഇൻസ്റ്റലേഷൻ സംബന്ധമായിട്ടുള്ള കുറച്ച് റൂൾസ് ആണ് ഇൻസ്പെക്ടറേറ്റ് ഡയറിയിൽ പറയുന്ന റൂൾസ് ഒന്ന് വിശകലനം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ കേരള ലിഫ്റ്റ്സ് ആൻഡ് എസ്കലേറ്റർ റൂൾസ് 2012 അതിൻ്റെ അകത്തു നിന്നുള്ള മെയിൻ പോയിൻറ്റ്സാണ് അതിൻ്റെ അകത്ത് എടുത്ത് പറഞ്ഞേക്കുന്നത്. സാലിയൻ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ പോയിൻറ്റ്സാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലിഫ്റ്റ് എസ്കലേറ്ററിൻ്റെ പെർമിഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ നേരത്തെ എടുക്കണം ആസ് പെർ റൂൾ 3. അതിൻ്റെ ഫീ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഓരോ വർഷം മാറും. ഇപ്പോൾ 2024 ഡയറി പ്രകാരം 2205 രൂപയാണ്. ലൈസൻസി അണ്ടർ റൂൾ 4 ഷാൽ ബി ഒബ്റ്റെയിൻ ടു ഓപ്പറേറ്റ് ദ ലിഫ്റ്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഇൻസ്റ്റലേഷൻ. ദ ഫീ ഫോർ ദ ലൈസൻസ് ഈസ് എത്ര രൂപയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് കോൺട്രാക്ടേഴ്സ് ലൈസൻസ് ഉണ്ട്. അപ്പോൾ ലിഫ്റ്റ് ലൈസൻസ് ഉള്ളവർ വേണം അതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഓൺലി ഓതറൈസ്ഡ് മാനുഫാക്ചർ ഓഫ് ലിഫ്റ്റ് എസ്കലേറ്റർ അപ്രൂവ് ബൈ ദ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ക്യാൻ ഇറക്റ്റ് എ ലിഫ്റ്റ് എസ്കലേറ്റർ. അപ്പോൾ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് പ്രകാരം അതോറൈസ് ചെയ്തിട്ടുള്ള അധികാരപ്പെടുത്തിയിട്ടുള്ള മാനുഫാക്ചർ ചെയ്യുന്ന ലിഫ്റ്റ് എസ്കലേറ്റേഴ്സെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉള്ള പ്രൊവിഷനുള്ളൂ. The owner of the lift escalator shall take the insurance policy covering insurance for the persons using the lift escalator. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറിയതിന് ശ്രദ്ധിക്കുക. അതിൽ ഇൻഷുറൻസ് പോളിസീസിനെ പറ്റി ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് എന്തായാലും അപകടം വന്നാൽ അത് എത്ര കവറേജാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. ദ ആപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ ഓഫ് ലിഫ്റ്റ് ലൈസൻസ് ഇൻ ഫോം G ഷാൽ ബി സബ്മിറ്റഡ് 3 months ബിഫോർ എക്സ്പയറി. ഇപ്പോൾ ഇതിൻ്റെ ഇത്ര നാൾ കൂടുമ്പോൾ അതിൻ്റെ എക്സ്പയറി വരുമ്പോൾ അത് 3 മാസം മുന്നേ, എക്സ്പയറി ഡേറ്റ് 3 മാസം മുന്നേ അതിൻ്റെ റിന്യൂവൽ ഫീസ് അടയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഡേറ്റും ഡീറ്റെയിൽസൊക്കെ കൊടുത്തേക്കുന്നത് 1105 രൂപ എന്നൊക്കെ ഉള്ളതും, പിന്നെ അത് എവിടേക്കാണ് എത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പലതും ഇപ്പോൾ സംരക്ഷ ആപ്പ് വഴി തന്നെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ ഓണേഴ്സ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ലിഫ്റ്റ് എസ്കലേറ്റർ ഷാൽ അപ്ലൈ ഇൻ ഫോം H ദ ലൈസൻസ് അലോങ് വിത്ത് ഫീ ഓഫ് 2205 per annum. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എക്സിസ്റ്റിംഗ് ലിഫ്റ്റിൻ്റെ ലൈസൻസിന് വേണ്ടിയൊക്കെയുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഇനി അതിൻ്റെ മെയിൻ കാര്യങ്ങൾ ഇതിൽ ലിഫ്റ്റിനെ പറ്റിയൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഇനി വരാൻ പോവുകയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ലിഫ്റ്റ് ഓർ എലിവേറ്റേഴ്സ് ആർ ദ മെഷീൻസ് വിച്ച് മൂവ്സ് വെർട്ടിക്കലി ടു എലിവേറ്റ് പീപ്പിൾ ഗുഡ്സ് ഫ്രം വൺ പോയിൻറ്റ് ടു അതർ. നമുക്കറിയാവുന്നതാണ് ലിഫ്റ്റ് വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്. താഴെ നിന്ന് മുകളിലേക്ക്, മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ്. അതിൽ ആൾക്കാരെയോ അല്ലെങ്കിൽ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക്കലി 2 തരം ലിഫ്റ്റുകളാണ് ഉള്ളത്, ഹൈഡ്രോളിക്, ട്രാക്ഷൻ. അപ്പോൾ ട്രാക്ഷൻ്റെ അകത്ത് ഷീവ്സ്, റോപ്സ്, കൗണ്ടർ വെയിറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ഓയിൽ പോലത്തെ അങ്ങനെ ഒരു വേറൊരു മെത്തേഡാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള പ്രധാന ട്രാക്ഷൻ എലിവേറ്റേഴ്സിൽ അതാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അതിലുള്ള മെയിൻ സാധനം ഷാഫ്റ്റ് അല്ലെങ്കിൽ ഹോയ്സ് വേ. അപ്പോൾ ലിഫ്റ്റിൻ്റെ ആ ഒരു നമ്മൾ കയറുന്ന ക്യാബിന് ലിഫ്റ്റ് കാർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മൂവ് ചെയ്യുന്ന ഒരു സ്പേസാണ് ഷാഫ്റ്റിൽ എൻക്ലോസ് ചെയ്തേക്കുന്ന ഒരു ഫയർ പ്രൂഫായിട്ടുള്ള വാളായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. സിവിൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഫയർ പ്രൂഫ് വാൾസ് ആയിരിക്കണം, പിറ്റും വേണം, സീലിങ്ങും എല്ലാം ഫയർ പ്രൂഫ് ആയിരിക്കണം. ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഷാഫ്റ്റ് ബിറ്റ്വീൻ ദ ലെവൽ ഓഫ് ഹയസ്റ്റ് ടോപ്പ് ആൻഡ് സീലിംഗ്. അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് ഏറ്റവും ഒരറ്റത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പേസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്പേസിന് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ട്രാവൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലെങ്ത് ഓഫ് ദ ക്യാബിൻസ് ട്രാവൽ ബിറ്റ്വീൻ ലെവൽ ഓഫ് ദ ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ടോപ്പ്. അപ്പോൾ നമ്മളൊരു ലിഫ്റ്റ് വെൽ അല്ലെങ്കിൽ ലിഫ്റ്റ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ലിഫ്റ്റ് മൂവ് ചെയ്യാനുള്ളൊരു സംഭവം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു ഹയസ്റ്റ് ലോവസ്റ്റ് പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിനാണ് ട്രാവൽ എന്ന് പറയുന്നത്. അപ്പോൾ ലിഫ്റ്റ് വെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലാണ് പറഞ്ഞേക്കുന്നത്. ലിഫ്റ്റ് വെല്ലാണ് ബേസിക്കലി ലിഫ്റ്റ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാപ്പ് ഡോർ ലൊക്കേഷൻ ഈസ് അഡ്വൈസബിൾ അറ്റ് എ പ്ലേസ് ബിലോ വിച്ച് നോ ഹ്യൂമൻ മൂവ്മെൻറ്റ് ഈസ് ദർ ടു ദ മാക്സിമം എക്സ്റ്റെൻറ്റ് പോസിബിൾ. ട്രാപ്പ് ഡോർ ഈസ് നോട്ട് മാൻഡേറ്ററി. അപ്പോൾ ട്രാപ്പ് ഡോർ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് ആൾക്കാർക്ക് എന്തെങ്കിലും മെഷീൻ നന്നാക്കാനോ അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ വേണ്ടി കയറാനോ ഇറങ്ങാനോ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അവിടെ ഹ്യൂമൻ മൂവ്മെൻറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് വേണം എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞേക്കുന്നത്. ട്രാപ്പ് ഡോർ നമ്മുടെ വെല്ലിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഡോർ, ആ ഒരു കേസാണ് പറഞ്ഞേക്കുന്നത്. ഈവൻ ഡൈമെൻഷൻസ് ആർ ടു ബി മെയിൻറ്റെയിൻ ത്രൂ ഔട്ട് ദ ലിഫ്റ്റ് വെൽ വിത്ത് പ്രോപ്പർ പ്ലാസ്റ്ററിങ്. അപ്പോൾ നമ്മളൊരു ലിഫ്റ്റ്
സാധാരണ ഒരു ബിൽഡിംഗ് പറയുമ്പോൾ തന്നെ നമ്മളൊരു കുഴി പോലെ ഒരു സ്പേസ് ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കും ഏറ്റവും ടോപ്പ് വരെയുള്ള. അപ്പോൾ അതാണ് ലിഫ്റ്റ് വലുതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായി ലെവൽ ചെയ്ത് പ്ലാസ്റ്റർ ചെയ്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കേസാണ്, അല്ലെങ്കിൽ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ലിൻഡൽ മേ ബി കാസ്റ്റ് എബവ് എ ഹൈറ്റ് ഓഫ് 2100 mm ഫോർ ഡോർ ഓപ്പണിംഗ് അറ്റ് ഓൾ ഫ്ലോർസ്. അപ്പോൾ നമ്മുടെ ഓരോ ഡോർ ഓപ്പണിംഗ് വരുന്ന നമ്മുടെ ലിഫ്റ്റിൻ്റെ കാർ ഓപ്പണിംഗ് വരുന്ന ആ ഫ്ലോറിൻ്റെ ആ ഭാഗങ്ങളുടെ മുകളിലൊക്കെ ആയിട്ട് ലിൻഡൽ ചെയ്യണം എന്നുള്ള പറയുന്നതാണ് പറഞ്ഞത് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. നോ കോളം പ്രൊജക്ഷൻ ഷുഡ് ബി എക്സ്റ്റെൻഡ് ടു ലിഫ്റ്റ് വെൽ ഏരിയ. അപ്പോൾ കോളംസ് അതായത് നമ്മുടെ പില്ലറിൻ്റെയൊക്കെ എന്തെങ്കിലും എക്സ്റ്റൻഷൻ ഒരിക്കലും ആ ലിഫ്റ്റ് വെല്ലിൻ്റെ അകത്തേക്ക് വരരുത്. ഫോർ പാസഞ്ചർ ലിഫ്റ്റ് ഹാവിങ് സ്ലൈഡിംഗ് ഡോർ ഫെസിലിറ്റി ടിൽ പ്രൊജക്ഷൻ ഓഫ് 105 mm ടു ബി പ്രൊവൈഡഡ് ഓൺ ഓൾ ലാൻഡിങ്സ്. അപ്പോൾ സ്ലൈഡിംഗ് ഡോർ ഫെസിലിറ്റി ഉള്ളതിൽ ഒരു 105 mm പ്രൊജക്ഷൻ കൊടുക്കണം എന്നുള്ള കേസാണ് പറയുന്നത്. ഡോറിൻ്റെ ഒരു പ്രൊജക്ഷൻ ഒരു 105 mm എക്സ്ട്രാ വന്നം എന്നുള്ളതാണ് പറയുന്നത്. എക്സ്റ്റേണൽ പവർ കേബിൾസ് അതർ ദാൻ ലിഫ്റ്റ് കാർ ആൻഡ് സെൻട്രൽ കേബിൾ ഷുഡ് നോട്ട് ബി റൺ ത്രൂ ദ ലിഫ്റ്റ് വെൽ. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കാറിന് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പവർ സപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അതിനോട് ബന്ധമില്ലാത്ത ലിഫ്റ്റ് റിലേറ്റഡ് ആയിട്ടല്ലാത്ത ഒറ്റ കേബിൾസും ആ ലിഫ്റ്റ് വെല്ലിൽ കൂടെ പോകാൻ അനുവദിക്കുന്നതല്ല. ഇനി ഇതിൻ്റെ ടോപ്പിലൊക്കെ ആയിരിക്കും മെഷീൻ റൂം ഉണ്ടാവുക. നമ്മുടെ ലിഫ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ ടെറസിലൊക്കെ ആയിരിക്കും മെഷീൻ റൂം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ റൂം വിച്ച് ഈസ് ആക്സസിബിൾ ഓൺലി ടു ദ ഓതറൈസ്ഡ് പേഴ്സൺസ് വിച്ച് കണ്ടെയ്ൻസ് ലിഫ്റ്റ് മോട്ടർ. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ലിഫ്റ്റ് മോട്ടർ ഉണ്ടാവും, ഡ്രൈവ് യൂണിറ്റ് ഉണ്ടാവും, VFD ഒക്കെ ഉണ്ടാവാറുണ്ട്, ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ദേ ആർ പ്ലേസ്ഡ് ഓഫ് ദ ഷാഫ്റ്റ് ഓൺ വെരി ടോപ്പ് ഫ്ലോർ. ഏറ്റവും ടോപ്പിലാണുള്ളത് പറഞ്ഞു. With advancement in technology, the size of the machine room is getting smaller and smaller, and it can be placed inside the shafts. Such lifts are called MRL lift. അപ്പോൾ പല സ്ഥലങ്ങളിലും MRL ലിഫ്റ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് മെഷീൻ റൂം തന്നെ ഇല്ലാണ്ട് നമുക്ക് മോട്ടർ അങ്ങനെ ലിഫ്റ്റ് വലിയ തന്നെ പ്ലേസ് ചെയ്യുന്ന സെറ്റപ്പൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ദ മെഷീൻ ഷുഡ് ബി ആസ് ഫാർ ആസ് പോസിബിൾ ബി പ്ലേസ് ഇമ്മീഡിയറ്റ്ലി അബോവ് ദ ലിഫ്റ്റ് വെൽ. അപ്പോൾ മെഷീൻ എപ്പോഴും എവിടെയാണെങ്കിലും മിക്കവാറും ലിഫ്റ്റിൻ്റെ തൊട്ട് മുകളിലായിരിക്കും, കാറിൻ്റെ പോകുന്ന ഇതിൻ്റെ കുഴിയുടെ തൊട്ട് മുകളിലായിരിക്കും ഇതുണ്ടാവുക. മെഷീൻ ഷുഡ് ബി ആസ് ഫാർ ആസ് പോസിബിൾ പ്ലേസ് ഇമ്മീഡിയറ്റ്ലി അബോവ് ദ ലിഫ്റ്റ് വെൽ. അതാണ് പറയുന്നത്. ഇഫ് കൺസ്ട്രക്ഷൻ ഓഫ് മെഷീൻ റൂം ഈസ് നോട്ട് പോസിബിൾ അബോവ് ദ ലിഫ്റ്റ് വെൽ, ഇറ്റ് ഷാൽ ബി ബിലോ ദ ലിഫ്റ്റ് വെൽ ഓർ ഇൻ ദ ബേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് മുകളിൽ പണിയാനുള്ള വകുപ്പില്ലെങ്കിൽ നമ്മൾ ലിഫ്റ്റ് വെല്ലിൻ്റെ അകത്തോ അതിൻ്റെ ബേസ്മെൻറ്റിലോ ചെയ്യാനുള്ള വഴി നോക്കണം എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഹൈ സ്പീഡ് ലിഫ്റ്റ് വിത്ത് ഗിയർലെസ് മെഷീൻ ഷുഡ് ഹാവ് മെഷീൻ റൂം അബോവ് ദ ലിഫ്റ്റ് ലെവൽ. അപ്പോൾ ഹൈ സ്പീഡ് ലിഫ്റ്റാണ്, അതിൽ ഗിയർലെസ് ആയിട്ടുള്ള മെഷീനാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് മെഷീൻ വേണം എന്നുള്ളത് നിർബന്ധമാണ്. ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഷാൽ ബി പ്രൊവൈഡ് ഓവർ ദ ലിഫ്റ്റ് മെഷീൻ റൂം. അപ്പോൾ ലിഫ്റ്റ് മെഷീൻ റൂമിന് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഇടിമിന്നൽ കവചം കൊടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ IEC സ്പെസിഫിക്കേഷൻ 62305 എന്ന് പറയുന്നുണ്ട്. ദ മെഷീൻ റൂം ഷാൽ ബി സെഗ്രിഗേറ്റഡ് ഫ്രം ദ ലിഫ്റ്റ് വെൽ ബൈ ഫയർ റെസിസ്റ്റൻറ്റ് സെപ്പറേഷൻ ഇൻ ദ ബേസ്മെൻറ്റ്. അപ്പോൾ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ, ഫയർ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വരാത്ത രീതിയിൽ ബേസ്മെൻറ്റിലൊക്കെ ആണെങ്കിൽ ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ വേണം ലിഫ്റ്റ് വെല്ലിൽ എന്നുള്ള കേസാണ് പറയുന്നതിൻ്റെ അത്. The machine room shall be kept closed except to those who are concerned with the operation and the maintenance of the machinery. ഈ മെഷീൻ മെയിൻ്റനൻസിൽ പെടാത്ത വേറെ ആൾക്കും ഇതിന് ലിഫ്റ്റ് റൂമിൽ കിടക്കാനുള്ള പ്രൊവിഷൻസ് കൊടുക്കരുത്. When the electrical pressure exceeds 250 volt DC or 125 volt AC, a danger notice shall be displayed permanently on the outside of the door. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഇലക്ട്രിക്കൽ വാല്യൂസ് 250 volt DC അല്ലെങ്കിൽ 125 volt AC മുകളിലൊക്കെ ആണെങ്കിൽ എന്തായാലും ഡേഞ്ചർ നോട്ടീസ് ഇതിൻ്റെ വാതിലിന് പുറത്ത് വേണമെന്നാണ് പറയുന്നത്. ദ മെഷീൻ റൂം ഷാൽ ബി എക്യുപ്ഡ് വിത്ത് ആൻ ഇൻസുലേറ്റഡ് പോർട്ടബിൾ ഹാൻഡ് ലാമ്പ് പ്രൊവൈഡഡ് വിത്ത് ഫ്ലെക്സിബിൾ കോഡ് ഫോർ എക്സാമിൻ ദ മെഷീനറി. അപ്പം നമ്മൾ ഒരു കയ്യിലൊരു ഹാൻഡ് ലാമ്പ് എടുത്ത് നമുക്ക് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫ്ലെക്സിബിൾ കോഡൊക്കെ ഉള്ളൊരു ലാമ്പ് വേണമെന്നാണ് പറയുന്നത്, മെഷീനൊക്കെ നോക്കാൻ വേണ്ടി ലിഫ്റ്റ് മെഷീൻ റൂമിൽ. ദ മെഷീൻ റൂം ഷാൽ ബി കെപ്റ്റ് ക്ലീൻ. എപ്പോഴും വൃത്തിയായിട്ട് വേണം വയ്ക്കാനും. ദർ ഷാൽ ബി ഡയറക്റ്റ് ഇൻഡിപെൻഡൻറ്റ് ആക്സസ് ഫ്രം ദ ടോപ്പ് മോസ്റ്റ് ലാൻഡിങ് ടു ദ ലിഫ്റ്റ് മെഷീൻ റൂം. അപ്പോൾ നമ്മുടെ ഏറ്റവും ടെറസിൽ നിന്ന് നേരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലിഫ്റ്റ് മെഷീൻ റൂമിലേക്കുള്ളൊരു വഴി വേണം എന്നുള്ള കേസാണ് പറയുന്നത്. ഓൾ ഓപ്പൺ റൊട്ടേറ്റിംഗ് പാർട്സ് ഷാൽ ബി ഗാർഡഡ് ഫ്രം ആക്സിഡൻ്റൽ കോണ്ടാക്ട്. അപ്പോൾ നമ്മുടെ ഈ റൊട്ടേറ്റിംഗ് പാർട്സ് ഡയറക്റ്റ് നമ്മൾ കൈ കയറി വയ്ക്കാൻ ഉള്ള ഒരു ഇത് വരരുത്, അതിൽ ഗാർഡ് വേണം എന്നുള്ള കേസാണ് പറയുന്നത്. ദ മെഷീൻ റൂം ഷാൽ ബി വെൽ വെൻറ്റിലേറ്റഡ് ഡ്യൂറിങ് നോർമൽ ഓപ്പറേഷൻ. വെൻറ്റിലേഷൻ ഉണ്ടാവണം, പ്രോപ്പർ വെൻറ്റിലേഷൻ ഉണ്ടാവണം മെഷീൻ റൂമിൽ, വായുസഞ്ചാരം ഉണ്ടാവണം. The motor of each lift machine or the worm shaft shall be arranged so as to provide
hand winding facilities and shall be suitably marked for direction of up and down travel of the lift car. അപ്പോൾ നമ്മുടെ ഇതിൽ ഹാൻഡ് യൂസ് ചെയ്ത് ഇത് കറക്കി മോട്ടർ കറക്കി അല്ലെങ്കിൽ ആ മെഷീൻ ടോപ്പിലേക്ക് എത്തിക്കാനുള്ള വോം ഷാഫ്റ്റിൻ്റെ കേസിലാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രൊവിഷൻ വേണം എന്നാണ് പറയുന്നത്. ഈ ഓരോ ലിഫ്റ്റ് മെഷീൻ്റെ അതിനെ കറക്കിയെടുത്ത് മുകളിലേക്ക് കാറ് ഓടിക്കാനുള്ള പ്രൊവിഷൻസ് വേണ്ടി വരും എന്നാണ് പറയുന്നത്. പിന്നെ ഗൈഡ് റെയിൽസിനെ പറ്റി പറയുന്നുണ്ട്. ഗൈഡ് ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ ആൻഡ് ലുക്സ് ലൈക്ക് ഇംഗ്ലീഷ് ലെറ്റർ T which is installed inside the shaft and is used to guide the course of the travel of the lift car and the counterweight. അപ്പോൾ നമ്മുടെ ഈ ലിഫ്റ്റിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിലൊരു കൗണ്ടർ വെയിറ്റ് ഉണ്ടാവും, ഒരു പുള്ളി ഉണ്ടാവും. ആ പുള്ളിയാണ് മോട്ടറുമായിട്ട് മോട്ടർ ത്രൂ ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ കൗണ്ടർ വെയിറ്റും ഈ ലിഫ്റ്റ് കാറിൻ്റെയും ഒരു ഇംബാലൻസിലാണ് നമ്മുടെ ലിഫ്റ്റിൻ്റെ മോഷൻ നടക്കുന്നത്. അപ്പോൾ ഇത് ലിഫ്റ്റ് കാറ് പ്രോപ്പർലി കറക്റ്റായിട്ട് മുകളിലേക്കും താഴത്തേക്കും പോകാൻ വേണ്ടിയാണ് ഗൈഡ് റെയിൽസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡ്രൈവ് യൂണിറ്റ്. It is a power unit of elevator and it is placed in the machine room which is used to operate the speed, moment and torque of the lift. അപ്പോൾ നമ്മൾ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് പോലത്തെ ഡ്രൈവ്സ് ആണ് നമ്മുടെ മോട്ടറിൻ്റെ യൂസ് ചെയ്യണേ. ഇഫ് ദ ലിഫ്റ്റ് സഫേഴ്സ് ഫ്രം സ്ലോ സ്റ്റാർട്ട്സ് ആൻഡ് സ്റ്റോപ്സ് ഓർ സീംസ് ടു മേക്ക് ഷാർപ്പ് സഡൻ മൂവ്മെൻറ്റ്സ് ദ ഡ്രൈവ് യൂണിറ്റ് ഇസ് ടു ബ്ലെയിം. അപ്പോൾ എന്തെങ്കിലും ഈ സഡൻ സ്റ്റോപ്പോ പതുക്കെ സ്പീഡ് സ്റ്റാർട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഡ്രൈവിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കണം. കൺട്രോൾ യൂണിറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ കാർ. അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് കാർ അല്ലെങ്കിൽ ആ ലിഫ്റ്റ് ക്യാബിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന ഈ കൺട്രോൾ യൂണിറ്റാണ് ഷാഫ്റ്റിന് മുകളിലെ മെഷീൻ റൂമിലാണ് വെക്കുന്നത്. When a button is pressed in COP, signal will be sent and control unit the control unit later sends the command down the line via the system to the motor to drive the car in up or down direction. COP എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ ആരോ കൊടുക്കുന്ന പോയിൻ്റാണ്. അപ്പോൾ അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇത് കൺട്രോൾ യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. When the car reaches the destination, signal will be sent to the control unit to stop the car and let the passengers enter or exit from the car. ഇത് അതാണ് ഇതിൽ നടക്കുന്നത്. ലിഫ്റ്റിൻ്റെ വർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. ഞാനത് അതിൻ്റെ ഒരു റൂൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇൻസ്പെക്ടർ ഡയറി എന്നുള്ളതാണ് ഇതിൽ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ലാസ്റ്റ് ഒരു കുറച്ച് എൻ്റെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കാണിക്കാമെന്ന് വിചാരിക്കുന്നു. കൗണ്ടർ വെയ്റ്റ്സ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് സ്റ്റീൽ വെയ്റ്റ്സ് വിച്ച് കൗണ്ടർ ബാലൻസ് ദ വെയ്റ്റ് ഓഫ് ദ കാർ ആൻഡ് ടു വിച്ച് ദ സസ്പെൻഷൻ ഡ്രോപ്സ് ആർ അറ്റാച്ച്ഡ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് സാധ്യമാകുന്നത് ലിഫ്റ്റിൻ്റെ അകത്ത് കുറേ ആൾക്കാർ കയറുന്നു. അപ്പോൾ അതിനേക്കാളും കൂടിയൊരു വെയിറ്റ് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കുമ്പോൾ അതൊരു നമ്മുടെ കിണറിലെ കപ്പി പോലത്തെ ഒരു ഇതിൽ കൊടുക്കുന്നൊരു ഇത് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇത് കൂടെ അങ്ങനെ ഒരു ഇംബാലൻസിലൂടെയാണ് അത് ഓപ്പറേറ്റ് ആവുന്നത്. വെയിറ്റ് ഓഫ് ദ കൗണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ കാർ പ്ലസ് 40 to 50% ഓഫ് ദ ടോട്ടൽ വെയിറ്റ് ദാറ്റ് ദ കാർ ക്യാൻ ക്യാരി. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ കാണാം മാക്സിമം കപ്പാസിറ്റി 10 ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ കാണാം, അല്ലെങ്കിൽ ഇത്ര കിലോ എന്ന് പറഞ്ഞാൽ കാണാം. അപ്പോൾ അതിനേക്കാളും 40-50% കയറ്റി ഇട്ടിട്ട് ഉള്ളൊരു വെയിറ്റും പിന്നെ കാറിൻ്റെ വെയിറ്റും കൂടി ആഡ് ഓൺ ആക്കിയിട്ടുള്ളൊരു വെയിറ്റ് ആയിരിക്കും നമ്മൾ കൗണ്ടർ വെയിറ്റിൽ ഇടേണ്ടത്. അപ്പോൾ കാറ് മുകളിലേക്ക് പോകുമ്പോൾ കൗണ്ടർ വെയിറ്റ് താഴത്തേക്ക് വരും, കാറ് താഴത്തേക്ക് വരുമ്പോൾ കൗണ്ടർ വെയിറ്റ് മുകളിലേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ അകത്ത് ബേസിക്കലി സംഭവിക്കുന്നത്. അപ്പോൾ കൗണ്ടർ വെയിറ്റിന് താഴത്തേക്ക് വരാൻ സിമ്പിളാണ്. മുകളിലിരിക്കുന്ന കൗണ്ടർ വെയിറ്റ് ജസ്റ്റ് നമ്മൾ ഫുൾ ലൂസാക്കി വിട്ടാൽ താഴത്തേക്ക് പെട്ടെന്ന് വരും. അപ്പോൾ കാറിൻ്റെ മൂവ്മെൻറ്റ് മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് അങ്ങനെയാണ് സാധ്യമാവുന്നത്. തിരിച്ച് കൗണ്ടർ വെയിറ്റ് മുകളിലേക്ക് കയറ്റാനായിരിക്കും കുറച്ചും കൂടി നമ്മൾ മോട്ടറിൻ്റെ സഹായം തേടേണ്ടി വരും. മറ്റേത് മോട്ടർ വെച്ച് പിടിച്ചു നിർത്തുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ദ കൗണ്ടർ വെയിറ്റ് ഹെൽപ്സ് ദ മോട്ടർ ടു റേസ് ആൻഡ് ലോവർ ദ കാർ. അപ്പോൾ ഈ കൗണ്ടർ വെയിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് സാധ്യമാവുന്നത്. ഡ്യൂ ടു ദിസ് ദ മോട്ടർ നീഡ്സ് ടു യൂസ് ലെസ് ഫോഴ്സ് ടു മൂവ് ദ കാർ ഐദർ അപ്പ് ഡൗൺ. അപ്പം ശരിക്കും മോട്ടർ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് വിട്ടാൽ മതി. ഇന്ന് അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനെ മോട്ടറിന് വേണ്ടി വരുള്ളൂ. ബാക്കി കൗണ്ടർ വെയിറ്റിൻ്റെ ഇതിലാണ് മുകളിലേക്കും താഴത്തേക്കും പോകുന്നത്. അപ്പോൾ കൗണ്ടർ വെയിറ്റ് താഴത്തേക്ക് പോകുമ്പോൾ കാർ മുകളിലേക്ക് പോകും, കാർ താഴത്തേക്ക് വരുമ്പോൾ കൗണ്ടർ വെയിറ്റ് മുകളിലേക്ക് പോകും. Suppose the car is loaded with full capacity due to the presence of counterweights, the motor only needs to supply the force equals to difference between weights of the car and weight of the counter. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കാറിൽ ഫുൾ കപ്പാസിറ്റിയിൽ ആൾ വന്നു. അപ്പോൾ കൗണ്ടർ വെയിറ്റ് ഉള്ളതുകൊണ്ട് മോട്ടറിന് ജസ്റ്റ് ഒന്ന് ഈ കൗണ്ടർ വെയിറ്റിന് ഓൾറെഡി വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ ഫുൾ ലോഡഡാണ്, കാറിൻ്റെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളും
നമ്മൾ അതിൻ്റെ കപ്പാസിറ്റിയേക്കാൾ ഒരു 40-50% കയറ്റിയിട്ടേക്കാം. അപ്പോൾ ജസ്റ്റ് ആ വെയിറ്റ് അങ്ങ് വിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് താഴത്തേക്ക് നമ്മുടെ മെഷീൻ നീങ്ങുക. താഴത്തേക്ക് മുകളിലേക്ക് എവിടേക്കാണ് നീങ്ങേണ്ടതെന്ന് വെച്ചാൽ അത് നീങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള മെക്കാനിക്സ് ആയതുകൊണ്ട് അധികം നമ്മുടെ ഇതിൻ്റെ അകത്ത് കേബിൾസാണ് യൂസ് ചെയ്യുന്നത്, മെറ്റാലിക് കേബിൾസാണ് യൂസ് ചെയ്യുന്നത് ഈ കാറ് മുകളിലേക്കും താഴത്തേക്കും പോകാൻ വേണ്ടി. അപ്പോൾ ആ കേബിളിലും അധികം വെയിറ്റ് അല്ലെങ്കിൽ അധികം സ്ട്രെയിൻ വരാത്ത രീതിയിൽ വരും. മാത്രമല്ല അധികം ബ്രേക്കിങ്ങിൻ്റെ ആവശ്യങ്ങളൊന്നും വരാം. കൗണ്ടർ വെയിറ്റ് റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ബ്രേക്കിംഗ് ദ ലിഫ്റ്റ് നീഡ് ടു യൂസ്. ബ്രേക്കിംഗ് ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഗൈഡ് ഷൂസാണ്. ദീസ് ആർ ഡിവൈസസ് വിച്ച് ആർ യൂസ് ടു ഗൈഡ് ദ കാർ ആൻഡ് കൗണ്ടർ വെയ്റ്റ്സ് അലോങ് ദ ഗൈഡ് റെയിൽസ്. അപ്പോൾ റെയിലിൽ കൂടെ ഓടാൻ വേണ്ടി സഹായിക്കുന്ന ചില സാധനങ്ങളാണ് ഈ ഷൂസ്. അപ്പോൾ 2 ടൈപ്പ് ഷൂസ് ഉണ്ട്, റോളർ ഗൈഡ്സും പിന്നെ സ്ലൈഡിങ് ഗൈഡ്സും. അപ്പോൾ റോളർ ഗൈഡ്സിൽ റോളർ പോലത്തെ ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണ് ഈ കാറും കൗണ്ടർ വെയ്റ്റൊക്കെ മൂവ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് 3 സെറ്റ് ഓഫ് വീൽസ് ആൻഡ് റോൾസ് അഗൈൻസ്റ്റ് ദ ഗൈഡ് റെയിൽസ്. സ്ലൈഡിങ്ങിൽ ചുമ്മാ തെന്നി നീങ്ങുകയാണോ, സിംപ്ലി സ്ലൈഡ്സ് ഓൺ ദ ഫേസസ് ഓഫ് ദ ഗൈഡ് റെയിൽസ്. ദ ഗൈഡ് ഇൻസെർട്സ് മേ ബി ഏതർ മെറ്റൽ ഓർ പ്ലാസ്റ്റിക്. മെറ്റലോ പ്ലാസ്റ്റിക്കോ ആവാം. മെറ്റലാണെങ്കിൽ ഇടയ്ക്ക് ലൂബ്രിക്കേഷൻ കൊടുക്കണം, പ്ലാസ്റ്റിക് ആണെങ്കിൽ സെൽഫ് ലൂബ്രിക്കേറ്റഡ് ആയിരിക്കും. ഗൈഡ് റെയിൽസ് സാധാരണ കാസ്റ്റ് ചെയ്യണോ ബ്രാസോ സിന്തറ്റിക് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്ത് ആണ്, നൈലോൺ പോലത്തെ സിന്തറ്റിക് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഐറ്റമാണ് ഷീവ്സ് ആൻഡ് പുള്ളീസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കപ്പി, നമ്മുടെ കിണറിലെ കപ്പി പോലെ ആ ഒരു സംഭവമാണ്. അപ്പോൾ ഓൾസോ ഷീവ്സ് അല്ലെങ്കിൽ പുള്ളീസ് എന്ന് പറയാം. ഇറ്റ് ഹാസ് ഗ്രൂവ്സ് ഇൻ ഇറ്റ് ആൻഡ് ലെറ്റ് ദ റോപ്സ് ടു ബി ലിഫ്റ്റഡ് ഓർ ലെവേർഡ്. ഇറ്റ് ഹാസ് ദ മോട്ടർ വിച്ച് കീപ്സ് ദ ഷീവ്സ്. ഇറ്റ് ഈസ് ഈ മോട്ടറും പുള്ളിയായിട്ടാണ് കപ്പിൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മോട്ടർ റൊട്ടേഷൻ അനുസരിച്ച് ഈ പുള്ളി റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ കൗണ്ടർ വെയിറ്റ് അപ്പോ ഡൗണോ ചെയ്യും. അപ്പോൾ ഇതാണ് ലിഫ്റ്റ് വെല്ല്. അപ്പോൾ അടിയിൽ കാർ ഇങ്ങനെ പോകണ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാണ് ഈ ഗൈഡ് റെയിൽ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിൻ്റെ റോപ്പ് പോയേക്കുന്ന കാണാം. അതിൻ്റെ ഒരു സിവിൽ ഡ്രോയിങ് ആണ്, സെക്ഷണൽ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ കാറ് പുള്ളി ഇതാണ് കാറ്. അപ്പോൾ ഓരോ ഫ്ലോർസ് ഇങ്ങനെ പോയേക്കുന്ന കാണാം. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ മോട്ടറും പുള്ളിയൊക്കെ കൊടുത്തേക്കുന്ന കാണാം. ഇവിടെ മോട്ടറും മെഷീൻ റൂമിൽ മോട്ടർ ഇത് പുള്ളി. അപ്പോൾ ഇതിൽ കാണാം ഇവിടെ ഇതാണ് കൗണ്ടർ വെയിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കാറിൻ്റെ വെയിറ്റ് പ്ലസ് കുറച്ച് വെയിറ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് കാണാം. ഓരോ കേസുകളിലും കൗണ്ടർ വെയിറ്റ് താഴത്തേക്കും മുകളിലേക്കും മാറും.